നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ മണ്ണിൽ 830 കോടിയുടെ സ്വന്തം വിമാനങ്ങളാണ് അമേരിക്ക ബോംബിട്ട് തകർത്തത്. പണത്തേക്കാൾ പ്രധാനം സൈനിക രഹസ്യമെന്ന് അമേരിക്ക പറയുന്നു. അമേരിക്കയുടെ ആ വിമാനങ്ങൾ കത്തിയെരിയുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ട് ഇറാനിൽ ആഘോഷം തുടങ്ങി. ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ മരുഭൂമിയിലാണ് അമേരിക്കൻ വിമാനങ്ങൾ വീണത്. ഇറാൻ സൈന്യം വെടിവെച്ചിട്ട F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനത്തിലെ 2 പൈലറ്റുമാരെ രക്ഷിക്കാനുള്ള അപകടകരമായ ദൗത്യം. ഇറാൻ മണ്ണിൽ അകപ്പെട്ടുപോയ 2 സൈനികരെ രക്ഷിക്കാൻ അമേരിക്ക പ്രത്യേക ഓപ്പറേഷൻ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ അയച്ചു. എന്നാൽ മരുഭൂമിയിലെ താൽക്കാലിക ലാൻഡിംഗ് ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിനിടയിൽ മണലിൽ പൂഴ്ത്തുപോയി ഈ വിമാനങ്ങൾ. തുടർന്ന് വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാർ. ലോക്ഹീഡ് മാർട്ടിൻ C-130 വിഭാഗത്തിൽപ്പെട്ട MC-130J കമാൻഡോ 2 വിമാനങ്ങളായിരുന്നു അവ. ഇവയ്ക്കൊപ്പം സ്പെഷ്യൽ ഓപ്പറേഷൻ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന MH-6 ലിറ്റിൽ ബേർഡ് ഹെലികോപ്റ്ററും. ഇറാൻ സൈന്യം തൊട്ടടുത്ത് വിമാനങ്ങളിലെ അതീവ രഹസ്യമായ ആശയവിനിമയ സംവിധാനങ്ങളും നാവിഗേഷൻ സാങ്കേതിക വിദ്യകളും ഇറാന്റെ കയ്യിൽ പെടരുത്. തുടർന്നാണ് സ്ഫോടനത്തിലൂടെ തങ്ങളുടെ വിമാനങ്ങൾ തകർക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. അബോട്ടാബാദിൽ ഒസാമ ബിൻ ലാദനെ വധിച്ച ദൗത്യത്തിലും സമാനമായ രീതിയിൽ സാങ്കേതിക രഹസ്യങ്ങൾ ചോരാതിരിക്കാൻ അമേരിക്ക സ്വന്തം ഹെലികോപ്റ്റർ തകർത്തിരുന്നു. പൈലറ്റുമാരെ രക്ഷപ്പെടുത്താനുള്ള അതിസാഹസിക ദൗത്യം. അതിനായി അതിനൂതന സാങ്കേതികവിദ്യ മാത്രമല്ല തന്ത്രപരമായ നീക്കങ്ങളും അമേരിക്ക അവലംബിച്ചു. പരിക്കേറ്റ ഒരു പൈലറ്റിനെ മലനിരകൾക്കിടയിൽ നിന്ന് അമേരിക്കൻ സൈനികർ തൽക്ഷണം രക്ഷിച്ചു. എന്നാൽ 2ാമത്തെ പൈലറ്റ് കേണലിനെ മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ സൈന്യം കണ്ടെത്തി. 2ാമത്തെ പൈലറ്റിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ തങ്ങളുടെ സൈന്യം കണ്ടെത്തിയെന്നും അവിടെ നിന്ന് മാറ്റി എന്നുമുള്ള തെറ്റായ വാർത്തകൾ CIA ഇറാനിൽ പ്രചരിപ്പിച്ചു. ഇത് ഇറാൻ സേനയെ ആശയക്കുഴപ്പത്തിലാക്കി. 1 മാസത്തിലേറെയായി ഇറാനുമായുള്ള യുദ്ധം. എന്നിട്ടും ഇറാനെ മുട്ടുകുത്തിക്കാൻ ഇതുവരെ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല. അതിനിടയിലാണ് തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ച് വീഴ്ത്തുന്നത്. സൈനികരെ ഇറാൻ തടവിലാക്കിയാൽ അത് വലിയ ക്ഷീണം വരുത്തിവെക്കുമെന്ന് അമേരിക്ക മനസ്സിലാക്കി. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ ഇറാൻ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെട്ടാൽ US-നെ സംബന്ധിച്ച് അത് വലിയ തിരിച്ചടികൾക്ക് കാരണമാകും. ഇപ്പോൾ ഇറാനുമായി തുടർ ചർച്ചകളിലും സമാധാന നീക്കങ്ങളിലുമാണ് അമേരിക്ക. തങ്ങളുടെ സൈനികർ ഇറാന്റെ പിടിയിൽ അകപ്പെട്ടാൽ ഇറാൻ വിലപേശലുകൾക്കായി ബന്ദിയാക്കിയ വൈമാനികരെ ഉപയോഗിക്കും. വൈമാനികരെ കണ്ടാലുടൻ വെടിവെക്കാനാണ് ആദ്യം ഇറാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയത്. എന്നാൽ പിന്നീട് ജീവനോടെ പിടിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. വിലപേശലുകൾ മുന്നിൽ കണ്ടാണ് ജീവനോടെ പിടികൂടുന്നവർക്ക് പാരിതോഷികം ഇറാൻ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിനിടയിൽ ആദ്യമായി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ഒരു വിമാനം വെടിവെച്ചിടുന്നു. ഇറാന്റെ വ്യോമ നാവികസേനകളെ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് വീമ്പ് പറഞ്ഞ ട്രംപിനേറ്റ പ്രഹരമായിരുന്നു അത്. എന്നാൽ അമേരിക്കയുടെ ധീരരായ പോരാളികൾ ഇറാനിലെ ദുർഘട പർവ്വതനിരകളിൽ നിന്ന് ആ 2 വൈമാനികരെ രക്ഷപ്പെടുത്തി. US-ഉം സഖ്യസേനകളും നടത്തുന്ന ഏറ്റവും സങ്കീർണവും സമയബന്ധിതവുമായ ഓപ്പറേഷനാണ് കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ. എന്നാൽ അമേരിക്കയുടെ ദൗത്യ വിജയത്തെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിഫാത്ത് പരിഹസിച്ചു. ഇത്തരം 3 വിജയങ്ങൾ കൂടി ഉണ്ടായാൽ അമേരിക്ക പൂർണ്ണമായും തകരുമെന്നും തകർന്നു കിടക്കുന്ന വിമാനങ്ങളുടെ ചിത്രം പങ്കുവെച്ച അദ്ദേഹം X-ൽ കുറിച്ചു. വൈമാനികരെ രക്ഷിച്ചു കൊണ്ടുപോയ US വിമാനവ്യൂഹത്തിലെ 2 C-130 മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളും വെടിവെച്ച് വീഴ്ത്തി എന്നാണ് ഇറാന്റെ അവകാശവാദം. ഇറാൻ വെടിവെച്ചിട്ട F-15 വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട പൈലറ്റിന്റെ അസാധാരണമായ ഒരു റേഡിയോ സന്ദേശം. ഇത് പെൻറ്റഗണിനെ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാക്കി. പ്രോട്ടോകോൾ പ്രകാരമല്ല, അസാധാരണമായ വിധത്തിലുള്ള ഒരു സന്ദേശമാണ് US സൈനിക ആസ്ഥാനത്തെ ഒരു വേള ആശയക്കുഴപ്പത്തിലാക്കിയത്. വെടിവെച്ചിട്ട വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയ സൈനിക ആസ്ഥാനത്തേക്ക് തൻ്റെ സന്ദേശം കൈമാറി. പവർ ബി ടു ഗോഡ് എന്നായിരുന്നു US സൈനിക ആസ്ഥാനത്ത് ലഭിച്ച സൈനികന്റെ സന്ദേശം. എന്നാൽ ഇത്തരം ഘട്ടങ്ങളിൽ സൈനികർ നൽകേണ്ട സന്ദേശം ഇത്തരത്തിലുള്ളവയല്ല. ഇതാണ് സൈനിക ആസ്ഥാനത്തെ മുൾമുനയിലാക്കിയത്. സർവൈവൽ, എവേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ്. ഇത് സംബന്ധിച്ച പ്രോട്ടോകോൾ US സൈന്യത്തിലെ പൈലറ്റുമാർക്ക് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപകടകരമായ സാഹചര്യങ്ങളിൽ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ സൈനികർ ഈ പ്രോട്ടോകോൾ കർശനമായി പാലിക്കണമെന്നാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്.
എത്രയും വേഗം സൈനികനെ രക്ഷിക്കുക എന്ന ദൗത്യം മാത്രമായിരുന്നു തങ്ങൾക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം അവ്യക്തതകൾക്ക് പിന്നാലെ തങ്ങൾ പാഞ്ഞില്ല എന്ന് US പറയുന്നു. പരിക്കേറ്റ അവസ്ഥയിലോ അമിതമായ സമ്മർദ്ദാവസ്ഥയിലോ സൈനികർ അവർ പരിശീലിച്ച കോഡുകൾക്ക് പകരം മറ്റു ചില വാക്കുകൾ സന്ദേശമായി കൈമാറുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. വൈകാരികവും വിശ്വാസവും പ്രകടിപ്പിക്കുന്ന സന്ദേശങ്ങളാവും ചിലപ്പോൾ ഈ ഘട്ടത്തിൽ സൈനികർ കൈമാറുക. ഇറാന്റെ മരുഭൂമിയിൽ നിന്ന് തങ്ങളുടെ സൈനികരെ വീണ്ടെടുത്ത അമേരിക്ക ശ്രമത്തെക്കുറിച്ച് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ശത്രുക്കളുടെ മണ്ണിൽ നിന്ന് അവനെ പുറത്തെടുക്കുന്നത് തികച്ചും ശ്രമകരമായിരുന്നു. CIA-ക്കൊപ്പം ഡസൻ കണക്കിന് പ്രത്യേക സേനകളും US യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടു. ഞായറാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു, ഗുരുതരമായി പരിക്കേറ്റ ധീരനായ F-15 ക്രൂ അംഗത്തെ ഇറാന്റെ പർവ്വത നിരകളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച തെക്കൻ ഇറാനിൽ ആയുധ സംവിധാന ഉദ്യോഗസ്ഥനും പൈലറ്റും സഞ്ചരിച്ചിരുന്ന ഒരു F-15 ജെറ്റ് വിമാനം വെടിവെച്ചിട്ടു എന്ന റിപ്പോർട്ടുകൾ വ്യോമസേനയിൽ ആശങ്ക പടർത്തി. 20 വർഷങ്ങൾക്കിടയിൽ ആദ്യമായി ഒരു US യുദ്ധവിമാനം ശത്രുവിന്റെ വെടിയേറ്റ് വീഴുന്നു. F-15 ഈ സ്ട്രൈക്ക് ഈഗിളിൽ ഉണ്ടായിരുന്ന 2 US സൈനികർ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. അതേ ദിവസം തന്നെ ആദ്യ പൈലറ്റിനെ അമേരിക്കൻ സേന രക്ഷപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ ക്രൂ. ഇതിനിടയിലാണ് അയാളെ ജീവനോടെ പിടികൂടുന്നവർക്ക് ഇറാൻ പ്രഖ്യാപിച്ച 50,000 പൗണ്ട് ഇനാം. BBC ഇതിനിടയിൽ ചില റിപ്പോർട്ടുകൾ സംപ്രേഷണം ചെയ്തു. ആയുധധാരികളായ സാധാരണക്കാർ ആ പൈലറ്റിനെ തിരയുന്നതായി ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമായിരുന്നു. എന്നാൽ സൈനികന്റെ കൈവശമുണ്ടായിരുന്നത് വെറുമൊരു തോക്ക് മാത്രം. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഈ പൈലറ്റുമാർക്ക് കൃത്യമായ പരിശീലനം അമേരിക്ക നൽകിയിട്ടുണ്ട്. തൻ്റെ ബീക്കൺ സിഗ്നൽ ഓണാക്കുക, ഉയർന്ന സ്ഥലത്തേക്ക് എത്തി രക്ഷയ്ക്കായി ചില സിഗ്നലുകൾ ഉയർത്തിക്കാട്ടുക, വേണ്ടിവന്നാൽ സ്വയം ഒളിച്ചിരിക്കുക, ആശയവിനിമയം സ്ഥാപിക്കുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ആ ഉദ്യോഗസ്ഥൻ ആദ്യം ഒരു പർവ്വത വിള്ളലിൽ ഒളിച്ചു. ഇറാൻ സിഗ്നൽ പിടിച്ചെടുക്കുമോ എന്ന ഭയം അയാളിൽ. അതുകൊണ്ട് തന്നെ തൻ്റെ ബീക്കൺ ഉപയോഗം ആ സൈനികൻ നിയന്ത്രിച്ചു. തുടർന്ന് തൻ്റെ രക്ഷാപ്രവർത്തകർ എത്തുന്നതിനായി അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ്. രക്ഷാപ്രവർത്തനത്തിൽ ഏറെ നിർണായക പങ്ക് വഹിച്ചത് അമേരിക്കയുടെ CIA. പർവ്വത വിള്ളലുകളിൽ വീണ് ഒളിച്ചിരിക്കുന്ന സൈനികന്റെ കൃത്യമായ സ്ഥാനം അവർ ട്രാക്ക് ചെയ്തു. വിവരങ്ങൾ അപ്പോൾ പെൻറ്റഗണിന് കൈമാറി. US രഹസ്യാന്വേഷണ ഏജൻസിയുടെ സന്ദർഭോചിത ഇടപെടൽ. രക്ഷാപ്രവർത്തനം ആസൂത്രണം ചെയ്യുന്ന പെൻറ്റഗൺ ടീം 24 മണിക്കൂറും സദാ നിരീക്ഷണത്തിൽ. ഓരോ മണിക്കൂറുകളിലും അവർ അടുത്തുവരുന്ന ശത്രുക്കളാൽ ആ ഉദ്യോഗസ്ഥൻ വേട്ടയാടപ്പെടുമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ ഏറ്റവും നിശ്ചിതമായ ആക്രമണങ്ങൾക്ക് മുതിർന്നു. ഇതിനിടയിൽ 2ാം സൈനികനെ അമേരിക്ക രക്ഷപ്പെടുത്തി എന്ന വാർത്തകൾ ഇറാനിൽ പ്രചരിച്ചു. ഇതോടെ ജനങ്ങൾ തികച്ചും ആശയക്കുഴപ്പത്തിൽ. വിമാനം തകർന്ന പ്രദേശത്തേക്ക് ആരെങ്കിലും അടുത്താൽ അവരുടെ മേൽ ബോംബുകൾ വർഷിക്കുമെന്ന ഭയം ജനങ്ങൾക്കിടയിൽ. ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധങ്ങൾ ഘടിപ്പിച്ച ഡസൻ കണക്കിന് വിമാനങ്ങൾ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാൻ US അയച്ചിട്ടുണ്ട് എന്ന വാർത്തകളും ഇറാനിൽ കാട്ടുതീ പോലെ പടർന്നു. ഇതിനിടയിൽ പർവ്വതനിരയിൽ കുടുങ്ങിയ ഉദ്യോഗസ്ഥനെ ലക്ഷ്യമാക്കി US-ന്റെ പ്രത്യേക സേനാ നീക്കം. ഇറാനിയൻ സൈനികരെ അദ്ദേഹത്തിൽ നിന്ന് ഏറെ അകറ്റി നിർത്താൻ അമേരിക്കൻ തന്ത്രങ്ങൾക്ക് കഴിഞ്ഞു. ഏതെങ്കിലും സൈനിക വ്യൂഹം ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ശ്രമിച്ചാൽ അപ്പോൾ അവർക്ക് നേരെ ആക്രമണം തൊടുത്തുകൊണ്ടിരുന്നു അമേരിക്കൻ സേന. ഇതിനിടയിൽ BBC വെരിഫൈ ചെയ്ത് പ്രസിദ്ധീകരിച്ച ഒരു ഫുട്ടേജ് ഫോട്ടോകളിലും ഇസ്ഫഹാൻ നഗരത്തിന് ഏകദേശം 50 കിലോമീറ്റർ തെക്ക് കിഴക്കായി മധ്യ ഇറാനിൽ ഒരു പർവ്വത പ്രദേശത്ത് പുകയുന്ന വിമാന അവശിഷ്ടങ്ങൾ അവർ കാണിച്ചു. കാണാതായ വ്യോമസേന ഉദ്യോഗസ്ഥനെ തിരയുന്നതിനിടയിൽ ഇസ്ഫഹാന് മുകളിലൂടെ പറന്ന US ഡ്രോൺ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈനികർ വെടിവെച്ചിട്ടത് മറ്റൊരു തിരിച്ചടി. US സമയം അർദ്ധരാത്രിക്ക് മുൻപ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കണമെന്ന കർശന നിർദ്ദേശമാണ് ഏറ്റവും ഒടുവിൽ സേനയ്ക്ക് ലഭിക്കുന്നത്. ഒടുവിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥനെ വൈദ്യചികിത്സയ്ക്കായി കുവൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥൻ പെൻറ്റഗണ് തൻ്റെ സന്ദേശം കൈമാറി. ഗുരുതരമായി ആ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരിക്കുന്നു. വ്യോമസേന ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്തിയപ്പോഴുള്ള കൃത്യമായ സ്ഥലമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ US യാതൊരുവിധ വെളിപ്പെടുത്തലുകളും നടത്തിയില്ല. രാത്രിയോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചത് എന്ന് വ്യക്തം. അതുകൊണ്ടാണ് അമേരിക്ക ഒരു പ്രസ്താവന നടത്തിയത്. നമ്മുടെ ആളുകൾക്ക് ഇരുട്ടിഷ്ടമാണ്,
കാരണം അവർ രാത്രിയിൽ പ്രവർത്തിക്കാൻ ശീലിച്ചവർ. ശത്രു പ്രദേശത്തുകൂടി നിങ്ങൾ പറക്കുമ്പോൾ ആക്രമിക്കപ്പെടുന്ന വ്യക്തിയാകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം എന്ന് അമേരിക്ക എപ്പോഴും തങ്ങളുടെ സൈനികരെ ഓർമ്മപ്പെടുത്തും. തങ്ങളുടെ ഒരു യോദ്ധാവിനെയും യുദ്ധക്കളത്തിൽ അമേരിക്ക ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പെന്റഗൺ പറയുന്നു. അമേരിക്കൻ സൈനികർ തന്നെ രക്ഷിക്കാൻ കാത്തിരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ആ സൈനികൻ ഒരു പർവ്വതനിരയിൽ ഒളിച്ചിരിക്കുന്നു. അടിയന്തര ആശയവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ മുന്നേറ്റം അദ്ദേഹം പെന്റഗണെ അറിയിക്കുന്നു. ഇത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഒരു സൈനിക മുന്നേറ്റം ആക്രമിച്ച് തകർക്കാൻ അമേരിക്കയെ സഹായിച്ചു. സമുദ്രനിരപ്പിൽ നിന്ന് 7000 അടി ഉയരമുള്ള ഒരു പർവ്വതനിരയിലായിരുന്നു ആ സൈനികൻ ഒളിച്ചിരുന്നത്. ഒളിച്ചിരിക്കുന്ന ആ പർവ്വതനിരയിൽ നിന്ന് അദ്ദേഹത്തിന് വളരെ ദൂരെ സൈനിക മുന്നേറ്റവും ജനങ്ങളുടെ പെരുമാറ്റവുമൊക്കെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആക്രമണം നടത്തേണ്ട ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് അദ്ദേഹം അപ്പോൾ പെന്റഗണ് വിവരങ്ങൾ കൈമാറി. ഇതിനിടയിൽ ഇസ്രയേൽ യുഎസുമായി ചേർന്ന് രഹസ്യാന്വേഷണ നീക്കം ശക്തമാക്കി. രക്ഷാപ്രവർത്തനത്തിനിടയിൽ അമേരിക്കൻ കമാൻഡോകൾക്ക് സംരക്ഷണം നൽകുന്ന ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്തു. ഇറാനിയൻ സൈന്യം ഉദ്യോഗസ്ഥന്റെ ഒളിത്താവളത്തിലേക്ക് എത്ര ദൂരം അടുത്തു എന്നതിൽ വ്യക്തതയില്ല. ജെറ്റ് വീണ നിമിഷം മുതൽ അമേരിക്കൻ സൈന്യം ഉദ്യോഗസ്ഥനെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഏകദേശം 14 മണിക്കൂറുകൾ വേണ്ടിവന്നു അവർക്ക് തങ്ങളുടെ സൈനികരെ വീണ്ടെടുക്കാൻ. ഒരു വിശുദ്ധ നിമിഷമാണ് കടന്നുപോയത് എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഈ ഓപ്പറേഷനിലുടനീളം വൈറ്റ് ഹൗസ്, പെന്റഗൺ, സെൻകോം എന്നിവ അസാധാരണമായ നിശബ്ദത പാലിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്നോ എന്താണ് തങ്ങളുടെ നീക്കങ്ങളെന്നോ ഒരു തലത്തിലും ചോർന്നു പോകാതിരിക്കാനുള്ള ശ്രദ്ധ. ശത്രുരാജ്യത്തിൻ്റെ നെഞ്ചു പിളർന്ന് സ്വന്തം സൈനികനെ രക്ഷപ്പെടുത്തിയ ധീരതയാണ് അമേരിക്ക ഇപ്പോൾ ലോകത്തിന് മുന്നിൽ കാട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന അത്യന്തം നാടകീയമായ ഒരു രക്ഷാദൗത്യം. ഇരുട്ടിൻ്റെ മറവിൽ അതിർത്തി കടന്നെത്തിയ US സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ 7000 അടി ഉയരമുള്ള മലനിരകളിൽ നിന്ന് തങ്ങളുടെ സൈനികരെ വീണ്ടെടുക്കുമ്പോൾ അമേരിക്കയിൽ വലിയ കരഘോഷം. പൈലറ്റ് സുരക്ഷിതനാണെന്നും ഇതൊരു ചരിത്ര നേട്ടമാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങളുടെ സൈനികനെ ശത്രുരാജ്യത്ത് ഉപേക്ഷിച്ചു പോരില്ല അമേരിക്കയെന്ന് ഒരിക്കൽ കൂടി ഇറാനെയും ഒപ്പം ലോകത്തെയും ഓർമ്മപ്പെടുത്തുകയാണ് ട്രംപ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.